So dear students, welcome back. നമ്മൾ ഇന്ന് ഫിഫ്ത്ത് മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഫിഫ്ത്ത് മൊഡ്യൂളിൽ സ്റ്റാഫിംഗ് ആൻഡ് HRD ഫങ്ഷൻസ് ആയിരിക്കും ഇന്ന് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, സോ നമ്മളിവിടെ 3 ടേംസാണ് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. അതായത് സ്റ്റാഫിംഗ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, സ്റ്റാഫിംഗ്, ഇപ്പോൾ സ്റ്റാഫിങ്ങും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും ദേ ആർ സിമിലർ ടേംസ്. സോ സ്റ്റാഫിംഗ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും രണ്ടും നമ്മൾ സിമിലറായിട്ട് തന്നെ യൂസ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടെ ഒരു മാനേജ്മെൻറ്റ് പ്രോസസ്സായിട്ട് നമ്മൾ പറയാൻ നേരത്തെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയും. ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ HRD എന്ന് വെച്ചാൽ എന്താ? സോ ദാറ്റ് ഈസ് HRD എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് എ ഫങ്ഷൻ വിതിൻ ദി സ്റ്റാഫിംഗ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലെ ഒരു ഫങ്ഷനാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, so let's begin. Staffing in which it is a part of management process which is concerned with procurement, utilization, maintenance and development of a large satisfied workforce in an organization. So staffing എന്താ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഓൾറെഡി പഠിച്ചതായിരുന്നു. അതായത് നമ്മൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിൽ ഫസ്റ്റ് ഫങ്ഷൻ പ്ലാനിങ്, സെക്കൻഡ് ഇസ് ഓർഗനൈസിങ് ആൻഡ് തേർഡ് ഇസ് സ്റ്റാഫിംഗ്. അപ്പോൾ സ്റ്റാഫിങ്ങിൽ വി ആർ റിക്രൂട്ടിംഗ് ദി വർക്ക് ഫോഴ്സ്. ആ ഓർഗനൈസേഷനിൽ വേണ്ടിയിട്ടുള്ള എംപ്ലോയീസിന് റിക്രൂട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. പിന്നെ അവർക്ക് റിക്രൂട്ട് ചെയ്താൽ മാത്രം പോരാ, വി ഹാവ് ടു പ്രൊവൈഡ് ട്രെയിനിങ്. ഓക്കെ, അപ്പോൾ അഡിക്വേറ്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യുക. അവരത് ഒക്കെ അങ്ങനെ കണ്ടക്ട് ചെയ്ത് അവരുടെ പെർഫോമൻസ്, ജോബ് പെർഫോമൻസ് കൂട്ടുന്ന രീതിയിലേക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. സോ ദാറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് സ്റ്റാഫിംഗ് ബേസിക്കലി. ഇസ് ഇറ്റ് ക്ലിയർ? സോ പ്രൊക്യൂർമെൻറ്റ്, utilization, maintenance and development, okay, of the large workforce in which are the staffs within an organization. Again, human resource management, so നമുക്കത് ആ ടെക്നിക്കൽ ടേം കുറച്ചും കൂടെ ഓക്കെ അതിൻ്റെ ഡെഫിനിഷൻ, അതായത് ഡെഫിനിഷനിൽ തന്നെ അതിൻ്റെ എല്ലാ ഫങ്ഷൻസും നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. സോ ഫസ്റ്റ് എന്താണ്? വി ആർ റിക്രൂട്ടിങ്. ഓക്കെ, ദെൻ സെലക്ഷൻ ഓഫ് എംപ്ലോയി. Okay, second is we are selecting the employee, then providing proper orientation and induction. So once the employees are selected, we provide them with orientation programs അല്ലെങ്കിൽ induction programs ഒക്കെ കൊടുക്കും. Okay, and then after that we provide them training and developing skills. അപ്പോൾ സ്കിൽസ് പ്രസൻറ്റും അതുപോലെ ഫ്യൂച്ചറിലും ഒക്കെ ആവശ്യം വരുന്നതായിട്ടുള്ള സ്കിൽസും ട്രെയിനിങ്സൊക്കെ കൊടുക്കും. ദെൻ പെർഫോമൻസ് അപ്രൈസൽ. ഓക്കെ, പെർഫോമൻസ് അപ്രൈസൽ എന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ ദെയർ പെർഫോമൻസ് നമ്മളൊരു ഇവാലുവേറ്റ് ചെയ്യും. ആൻഡ് ആ ഇവാലുവേഷൻ അനുസരിച്ച് വാട്ട് ദീസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് വിൽ ഗീവ് ദ സാലറി ഇൻക്രിമെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, പ്രൊമോഷൻസ് എക്സെട്ര. സോ പ്രൊവൈഡിങ് പ്രോപ്പർ കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ്സ്. ഓക്കെ, സോ കോമ്പൻസേഷൻ, ബെനിഫിറ്റ്സ്, ദെൻ മോട്ടിവേഷൻ, മെയിൻറ്റെയിനിങ് പ്രോപ്പർ റിലേഷൻസ് വിത്ത് ലേബർ ആൻഡ് ട്രേഡ് യൂണിയൻസ്. സോ ലേബർ ആൻഡ് ട്രേഡ് യൂണിയൻസ് ഏതൊരു ഓർഗനൈസേഷനിലാണെങ്കിലും ദർ വിൽ ബി ലേബർ ആൻഡ് ട്രേഡ് ഓർഗനൈസേഷൻസ്, റൈറ്റ്? സോ ഈ ട്രേഡ് യൂണിയൻസുമായിട്ടൊരു നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ ആ ഓർഗനൈസേഷനിൽ സ്ട്രൈക്ക് ഫ്രീ ആയിട്ടൊക്കെ അത് മുന്നോട്ട് പോകുള്ളൂ. സോ ആ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, ദാറ്റ് ഈസ് അനദർ ഫങ്ഷൻ. ആൻഡ് ദെൻ മെയിൻറ്റെയിനിങ് എംപ്ലോയീസ് സേഫ്റ്റി, വെൽഫെയർ ആൻഡ് ഹെൽത്ത്. Okay, so they have to look after the safety, health and welfare of the employee. So is it clear? This is the basic function of human resource management. അപ്പോൾ നിങ്ങളത് ഓർത്തിരിക്കാനായിട്ട് ഇവിടെ ഒരു RS. So starting with RS and ending with RS. R recruitment and S selection. Okay, then O is orientation and induction program. T training. Okay, training and developing skills. പിന്നെ P performance appraisal. C compensation and benefits. M motivation and again ending with RS. Okay, അപ്പോൾ RS എന്ന് വെച്ചാൽ റിലേഷൻസ് വിത്ത് ലേബർ ആൻഡ് S is safety. Is it clear? Again, human resource development. So what is human resource development? Okay, human resource development എന്ന് വെച്ചാൽ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റാഫിങ്ങിൽ വരുന്ന അതിലുള്ള ഒരു ഫങ്ഷനാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. So it is just one function within HRM. And it is a set of planned and systematic activities designed by an organization to provide opportunities to its members to learn skills necessary for the present and future job requirements. Okay, so അവർക്ക് കൊടുക്കേണ്ട, അതായത് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്യുമല്ലോ. സോ ഈ ആക്ടിവിറ്റീസിനെ എല്ലാത്തിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദേ ആർ ദി set of planned and systematic
ആക്ടിവിറ്റീസ്. ഓക്കെ, സോ ഇനി നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റാഫിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് കാര്യം ഇതിൽ പഠിക്കേണ്ട ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഓക്കെ, സോ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കുക, അതായത് ഒന്നെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിന് പകരം സ്റ്റാഫിംഗ് എന്നും ചോദിക്കാം. ഓക്കെ, ബോത്ത് രണ്ട് ടേംസ് നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്ത് ചോദിക്കാം. ഓക്കെ, ബോത്ത് ആർ സെയിം. സോ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നീഡ് എന്ത് ചോദിച്ചാലും ഓക്കെ ഈ പോയിൻറ്റ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. സോ ഇറ്റ് സെലക്ട്സ് ദി റൈറ്റ് പീപ്പിൾ ഫോർ ദി റൈറ്റ് ജോബ്. ഓക്കെ, സോ ഫസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ റൈറ്റ് പീപ്പിളിന്, അതായത് കറക്റ്റ് ഓരോ സ്പെഷ്യലൈസേഷനിലേക്കും കറക്റ്റായിട്ടുള്ള പീപ്പിളിനെ സെലക്ട് ചെയ്യുക. ഓക്കെ, then employees are well trained through proper HR policies and make them ready for future promotions. So avarkulla training and development programs. Then provision of job satisfaction to employees. So employees inde job satisfaction ennu vechal endu avarkoru environment create ചെയ്തു കൊടുക്കുക. ഓക്കെ, ആൻഡ് അവരുടെ വെൽഫെയർ പിന്നെ ബെനിഫിറ്റ്സ് ഒക്കെ അവർക്ക് കൊടുക്കാം. സോ ദെൻ ഡെവലപ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. ഓക്കെ, then improves the productivity of employees-ൻ്റെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിൽ മെഷേഴ്സ് എടുക്കാം. then effective utilization of skills and potential of the workforce. okay, then it helps organization to maintain coordinal relationship with unions. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ഇമ്പോർട്ടൻസ് ഒക്കെ നേരത്തെ ഇപ്പം ആ ഡെഫിനിഷനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സോ ഒരു ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, ആൻഡ് ഇറ്റ് ഹെൽപ്സ് ദി ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഫ്രം ടൈം ടു ടൈം ബൈ ക്രിയേറ്റിംഗ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. സോ വർക്കേഴ്സിന് ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, വർക്കേഴ്സിന് എപ്പോഴും ഓക്കെ അവർ ജോബ് സാറ്റിസ്ഫൈഡ് ആയിട്ട് അവർക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ we'll get a good productive job performance from the workers side. okay, next is functions. So functions of staffing അല്ലെങ്കിൽ functions of human resource management. First function human resource planning, second is job analysis and design, recruitment and selection, orientation and induction, training and development, performance appraisal, compensation planning and remuneration, motivation, welfare, health and safety, industrial relations. സോ ഇതിനെപ്പറ്റി കുറച്ചും കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ എന്താണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, അത് തന്നെയാണ് സെയിം കാര്യങ്ങൾ തന്നെയായിരിക്കും ഇതിൽ പറയുന്നത്. സോ ഫസ്റ്റ് വൺ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. സോ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് വെച്ചാൽ എന്താ, എത്ര ഹ്യൂമൻസിന് എത്ര വർക്ക് ഫോഴ്സ് നമുക്ക് ആ കമ്പനിയിലേക്ക് വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്താ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ജോബ് വേക്കൻസീസ് ആൻഡ് ടു ഡീൽ വിത്ത് ദി എക്സസ് ഓർ ഷോർട്ടേജ്. എക്സസ് ആണെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക, ഷോർട്ടേജ് ആണെങ്കിൽ സോ ഇറ്റ് ഈസ് ദി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ജോബ് വേക്കൻസീസ്. അതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അല്ലേ. നമ്മളിപ്പോൾ ഓർഗനൈസേഷനിൽ ഒത്തിരി ആൾക്കാരാകരുത്, അതുപോലെ തന്നെ ഷോർട്ടേജും വരരുത്. സോ അത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുക. ദെൻ ജോബ് അനാലിസിസ് ആൻഡ് ഡിസൈൻ, അപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് ഡീറ്റെയിൽസ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്യാം. ദെൻ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻസ്, അഡ്വർടൈസ്മെൻറ്റ്സ്, അതുപോലെ ഇൻ്റർവ്യൂസൊക്കെ കണ്ടക്ട് ചെയ്യുക. ഓറിയൻറ്റേഷൻ ആൻഡ് ഇൻഡക്ഷൻ. ഓക്കെ, സോ അതായത് നമ്മളെന്തിനാ ഫസ്റ്റ് ഒരു ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ ഇൻഡക്ഷൻ പ്രോഗ്രാംസ് വർക്കേഴ്സിന് കൊടുക്കുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മളുടെ ഓർഗനൈസേഷൻ, നമ്മളുടെ കമ്പനിയായിട്ട് അവരെ കുറച്ച് ദേ ആർ ന്യൂ ടു അവർ കമ്പനി. സോ അങ്ങനെ ഒരു ന്യൂ ആയിട്ടുള്ള ആളെ എന്ന് വെച്ചാൽ കുറച്ച് പരിചയപ്പെടുത്താൻ. ഓക്കെ, കൾച്ചർ, വാല്യൂസ്, അതുപോലെ തന്നെ എത്തിക്സൊക്കെ, കമ്പനി എത്തിക്സ് അതെല്ലാം ഒന്ന് അവർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കാനായിട്ടാണ് ഈ ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ ഇൻഡക്ഷൻ പ്രോഗ്രാംസ്. ആൻഡ് ദെൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. സോ ഫ്രഷേഴ്സിനും അതുപോലെ തന്നെ റിഫ്രഷർ ട്രെയിനിങ്ങും ഉണ്ട്, അതായത് എക്സിസ്റ്റിംഗ് സ്റ്റാഫിനും ട്രെയിനിങ് കാണും. ഓക്കെ, അതുപോലെ തന്നെ ഫ്രഷേഴ്സിനും ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് കാണും. ആൻഡ് ചെക്സ് ദി പെർഫോമൻസ്. ഓക്കെ, അതാണ് പെർഫോമൻസ് അപ്രൈസൽ. സോ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതനുസരിച്ചുള്ള പ്രൊമോഷൻസ്, ഇൻസെൻറ്റീവ് ആൻഡ് സാലറി ഇൻക്രിമെൻറ്റ്സ് ഒക്കെ ഡിസൈഡ് ചെയ്യും. ദെൻ കോമ്പൻസേഷൻ പ്ലാനിങ് ആൻഡ് റീമ്യൂണറേഷൻ. സോ ബോണസസ്, ഇൻസെൻറ്റീവ്സ് അങ്ങനെയുള്ള അതൊക്കെ എംപ്ലോയീസിന് കൊടുക്കാനായിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, ആൻഡ് ദെൻ മോട്ടിവേഷൻ. സോ ദേ ഹാവ് ടു ലുക്ക് ഇൻ ടു ഡിഫറെൻറ്റ് മെത്തേഡ്സ്, എങ്ങനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാം സോ ദാറ്റ് അവരുടെ ഒരു പ്രൊഡക്റ്റീവായിട്ട് പെർഫോം ചെയ്യാനായിട്ട്. ഓക്കെ, സോ അങ്ങനെയുള്ള മെത്തേഡ്സൊക്കെ ദേ ഹാവ് ടു ലുക്ക് ഇൻ ടു ദാറ്റ്. ദെൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ്, വെൽഫെയർ, ഹെൽത്തി, സേഫ്റ്റ്. ഓക്കെ, അതെല്ലാം. ദെൻ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് വെച്ചാൽ റിലേഷൻ വിത്ത് ലേബർ ഫോഴ്സ് അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻസ് ആയിട്ടുള്ള ആ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാം.
So these are the basic functions of human resource management. Okay, so this is very important. And now moving on to the next, that is factors affecting human resource management. So human resource management അല്ലെങ്കിൽ സ്റ്റാഫിങ്ങിൻ്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞു, ഫങ്ഷൻസ് പറഞ്ഞു, and now we are moving to the third, that is factors. Okay, so factors എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്, ഇൻറ്റേർണൽ ഫാക്ടേഴ്സും ഉണ്ട്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് മീൻസ് ഫാക്ടേഴ്സ് from outside, okay, outside the organization, and internal factors എന്ന് വെച്ചാൽ within the organization. So external factors included ആയിട്ടുള്ളത് political factors, economic factors, social, legal and customers. So political factors എന്ന് വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, ഓക്കെ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ്, ട്രേഡ് യൂണിയൻസ് എല്ലാം പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ്. ആൻഡ് എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു നേഷൻ്റെ എക്കണോമി റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ദാറ്റ് ഈസ് നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, എക്സെട്ര. ദെൻ സോഷ്യൽ ഫാക്ടേഴ്സ്, ദാറ്റ് ഈസ് സോഷ്യൽ റോൾസ്, സോഷ്യൽ വാല്യൂസ്, occupational structure, social forward and backward sessions, religion, culture, ഓക്കെ, ആ ഒരു നമ്മുടെ ആ ഒരു ഫോളോ ചെയ്യുന്ന കൾച്ചർ, റിലീജിയൻ, അതെല്ലാം. ദെൻ ലീഗൽ ഫാക്ടേഴ്സ്, ദറ്റ് ഈസ് ദ ലീഗൽ പ്രൊവിഷൻസ്, ലൈക്ക് നമ്മളുടെ റിക്രൂട്ട് ചെയ്യുന്ന ടൈമിൽ ചൈൽഡ് ലേബേഴ്സ്, ഓക്കെ, ചൈൽഡ് ലേബർ ആക്ട് ഫോളോ ചെയ്തിട്ട് വേണം, അതായത് ചൈൽഡ് പ്രൊഹിബിഷൻ ആക്ട് 1986 പറയുന്നുണ്ട്, ചിൽഡ്രൻ ബിലോ ദി ഏജ് ഓഫ്, ഇപ്പോൾ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ നമ്മൾ എന്താ, വി കനോട്ട് റിക്രൂട്ട് ദം ഫോർ എനി, ഓക്കെ, ഒരു വർക്ക് ഫോഴ്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലാണെങ്കിലും, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ, ഇപ്പം കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ലേബേഴ്സ് ഉണ്ട്. സോ ആ ലേബേഴ്സിൽ പോലും എന്താണ്, ചിൽഡ്രൻ ഇൻക്ലൂഡഡ് ആകരുത്, ഓക്കെ, ചൈൽഡ് ലേബറിൽ ഇൻക്ലൂഡ് ചെയ്യരുത്. ദെൻ കസ്റ്റമേഴ്സ്, ദറ്റ് ഈസ് ദ കസ്റ്റമേഴ്സാണ് ദ ബേസിക് ഗ്രോത്ത്, സർവൈവൽ, ഒരു ഗ്രോത്തും എന്ന് വെച്ചാൽ എന്താണ്, കസ്റ്റമേഴ്സാണ്. ദെൻ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഇസ് ദ സൈസ് ഓഫ് ഓർഗനൈസേഷൻ. സോ ഓർഗനൈസേഷൻ്റെ സൈസ് അനുസരിച്ച് സ്റ്റാഫിംഗ് പ്രാക്ടീസസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, ഓക്കെ. ദെൻ ഓർഗനൈസേഷണൽ ഇമേജ്, സോ ഒരു ഓർഗനൈസേഷണൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ, അതായത് ഈ സ്റ്റാഫിംഗ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ടീമിന് പറ്റും. കാരണം അവരുടെ ഒരു ട്രെയിനിങ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ വെച്ചിട്ട് അല്ലേ, അവരുടെ ആ ഒരു ഇതിൻ്റെ ആ ഒരു ഇമേജ് കൊണ്ടുവരാനായിട്ട് പറ്റും. സോ ത്രൂ ദെയർ പ്രാക്ടീസസ്, ഓക്കെ, സ്റ്റാഫിംഗ് പ്രാക്ടീസസ്. ദെൻ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ദേ ഹാവ് ടു, ദറ്റ് ഈസ് ടെക്നിക്കൽ അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ ആയിരിക്കണം എടുക്കുക, ഓക്കെ. സോ അങ്ങനെയുള്ള ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. ദെൻ ചേഞ്ചസ് ഇൻ എംപ്ലോയി റോൾസ്, സോ എംപ്ലോയീസിന് ഇപ്പോൾ തന്നെയാണെങ്കിലും ഓക്കെ, ദേ ഹാവ് ദ ഇപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിലേക്കും അവർക്ക് ഒരു റോള് കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ ചേഞ്ചസ് ഇൻ എംപ്ലോയി റോൾസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് one factor on which HRM depends. Then education, so educated ആയിട്ടുള്ള ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടീമിനെ നമ്മൾ, ഓക്കെ, ഒരു ആളെ പേഴ്സൺ നമ്മൾ നമ്മളുടെ ഇതിലേക്ക് എടുക്കുകയാണെങ്കിൽ, ഓർഗനൈസേഷനിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താ, സോ ദറ്റ് വിൽ ബി ചലഞ്ചിങ് ഓൾസോ. നമുക്ക് വർക്കൊക്കെ സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണ്, ടെക്നിക്കൽ സൈഡ് ക്ലിയർ ആണ്. സോ ഓക്കെ, സോ നമ്മുടെ വർക്ക് പെർഫോമൻസ് ഹയർ ആണെങ്കിൽ പോലും ദേ ക്യാൻ ക്വസ്റ്റ്യൻ ഓർ ദേ ക്യാൻ ചലഞ്ച് അവർ മാനേജ്മെൻറ്റ് ഡിസിഷൻസ്, ഓക്കെ. ഇപ്പോൾ മാനേജ്മെൻറ്റ് എടുക്കുന്ന ഡിസിഷൻസിന് അവർക്കൊരു എതിരഭിപ്രായം ഉണ്ടാകാം. സോ ലൈക്ക് ദാറ്റ്. സോ വെൽ എഡ്യൂക്കേറ്റഡ് എംപ്ലോയീസ് ആണെങ്കിൽ അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. So these are the internal and external factors that are affecting the human resource management, okay. Next is the functions of human resource development. So human resource development എന്ന് വെച്ചാൽ എന്താ, that is a function within human resource management. So ഇത് human resource ഡെവലപ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റാഫിങ്ങിൻ്റെ ഫങ്ഷനാണ്. ആൻഡ് ദിസ് ഇസ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. സോ എച്ച് ആർ ഡിയുടെ ഫങ്ഷൻ എന്ന് വെച്ചാൽ എന്താ, സോ ദേ ആർ ദി അല്ലെ ആക്ടിവിറ്റി സൈഡ് കംപ്ലീറ്റ് അവരാണ് ചെയ്യുന്നത്. ദറ്റ് ഈസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ്, കരിയർ ഡെവലപ്മെൻറ്റ്, പെർഫോമൻസ് അപ്രൈസൽ, ഓക്കെ. സോ ലെറ്റ്സ് സീ ഈച്ച് ഓഫ് ദം. ദറ്റ് ഈസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്. സോ ട്രെയിനിങ് എന്ന് വെച്ചാൽ എന്താണ്, വി ആർ ഗിവിങ് ദ നോളജ്, ഓക്കെ. സോ ആ ഒരു പെർട്ടിക്കുലർ ജോബ് ചെയ്യാനായിട്ട് നോളജ് വേണം, ടെക്നിക്കൽ സ്കിൽസ് വേണം. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ ആ സോഫ്റ്റ്വെയറിൽ, ഓക്കെ, കമ്പനി സോഫ്റ്റ്വെയർസ് ഒക്കെ കാണും. ഓരോ ഓർഗനൈസേഷനിൽ അവർക്ക് യുണീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ ഒരു വർക്കിന് സ്പെസിഫിക് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് കാണും. സോ അങ്ങനെയുള്ള അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആ ഒരു രീതി, ഓക്കെ, ടെക്നിക്കൽ സൈഡ് ഡിഫറെൻ്റ് ആയിരിക്കും കമ്പയർഡ് ടു അതർ ഓർഗനൈസേഷൻ. സോ അതിനെയൊക്കെ എന്താണ്, ദേ ഹാവ് ടു ഇമ്പാർട്ട് ദാറ്റ് നോളജ് ടു ദീസ് എംപ്ലോയീസ്. സോ അതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് നടത്തുക, ഓക്കെ. ദെൻ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്,
സോ അവരുടെ ഫ്യൂച്ചർ റെസ്പോൺസിബിലിറ്റീസ്, ഫ്യൂച്ചർ അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ്സിനൊക്കെ അവരെ എങ്ങനെ പ്രാപ്തരാക്കാവുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, സോ അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്. ദെൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാം. ദെൻ എന്തൊക്കെ ട്രെയിനിങ് ആണ്, അതായത് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും കേപ്പബിലിറ്റി അനുസരിച്ച് അവർക്ക് ഏത് ട്രെയിനിങ് കൊടുക്കണമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ദെൻ ട്രെയിനിങ് പ്രോഗ്രാംസ്. ദെൻ അഡ്വൈസിങ് ദ ലൈൻ മാനേജ്മെൻറ്റ്. സോ ലൈൻ അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റ് അവരാണ് കണ്ടക്ട് ചെയ്യേണ്ടത്. സോ അഡ്വൈസിങ് ദം. ദെൻ ഇമ്പാർട്ടിങ് ദ റിക്വസൈറ്റ് ജോബ് സ്കിൽ ആൻഡ് നോളജ് ടു എംപ്ലോയീസ്. ഓക്കെ, ദെൻ ഇവാലുവേഷൻ ഓഫ് ദി എഫക്റ്റീവ്നെസ്, ചെക്കിംഗ് വെദർ ദ പ്രൊവൈഡ് ചെയ്ത ട്രെയിനിങ് പ്രോഗ്രാം എഫക്റ്റീവ് ആകുന്നുണ്ടോയെന്ന് ത്രൂ ഒരു ഫീഡ്ബാക്കിൽ കൂടെ ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് അഗെയിൻ ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ്. സോ ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റിന് അതൊരു അവരുടെ ഒരു ഫങ്ഷനാണ്. ഓക്കെ, സോ ഓർഗനൈസേഷൻ വൈഡ് പ്ലാൻഡ് എഫേർട്ട് മാനേജ്ഡ് ഫ്രം ദി ടോപ്പ് വിത്ത് ഗോൾ ഓഫ് ഇൻക്രീസിങ് ദ ഓർഗനൈസേഷണൽ പെർഫോമൻസ് ത്രൂ പ്ലാൻഡ് ഇൻ്റർവെൻഷൻ. സോ പ്ലാൻഡ് ഇൻ്റർവെൻഷൻസിൽ കൂടെ അവരൊരു ഓർഗനൈസേഷൻ മൊത്തത്തിൽ തന്നെ ഒരു ഡെവലപ്മെൻറ്റിന് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ ഫങ്ഷൻ ചെയ്യുന്നത്. It seeks to change attitudes, values, organizational structure and managerial practices to improve the organization. ഇപ്പോൾ ഓവറോൾ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു എംപ്ലോയി മാത്രമല്ലാതെ ഓവറോൾ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അവിടെയുള്ള വർക്കേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ്സിന് വാല്യൂസിനൊക്കെ ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ, അതായത് ഓരോ സുപ്പീരിയർ സബോർഡിനേറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലോ അത്. ആൻഡ് ദേ ഹാവ് ടു ചേഞ്ച് ദി മാനേജീരിയൽ പ്രാക്ടീസസ്. അപ്പോൾ ഓരോന്നും ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. ആൻഡ് ദേ ഹാവ് ടു സീ വെദർ ദ പെർഫോമൻസസ് ഇംപ്രൂവിങ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അഗെയിൻ കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ അതിൽ 2 കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. സോ കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ കരിയർ ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, സോ കരിയർ പ്ലാനിങ് ആൻഡ് കരിയർ ഡെവലപ്മെൻറ്റ്. സോ ഈ 2 കാര്യങ്ങളാണ് ഇൻവോൾവ് ചെയ്യുന്നത്. കരിയർ പ്ലാനിങ് എന്ന് വെച്ചാൽ പ്ലാനിങ്, അതായത് ഒരാളുടെ കരിയർ അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുടെ കരിയർ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളൊരു പ്ലാനിങ്. ഡെവലപ്മെൻറ്റ് മീൻസ് വാട്ട്, ഈ പ്ലാനിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ത്രൂ ട്രെയിനിങ് പ്രോഗ്രാംസ്, അതുപോലെ ജോബ് സെർച്ച്, അക്യൂസേഷൻ, വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടി. സോ ദേ വിൽ ഫൈനലി അക്യൂർ ദാറ്റ് സ്കിൽ. ഓക്കെ, അതാണ് കരിയർ ഡെവലപ്മെൻറ്റ്. ദെൻ പെർഫോമൻസ് അപ്രൈസൽ മീൻസ് വാട്ട്, ജോബ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക. Okay, so that systematic evaluation of individuals based on their job performance, that is performance appraisal. So performance appraisal വരുന്നതാണ് developing policies, procedures and techniques, helping functional managers, then reviewing and consolidation of reports and evaluation of the effectiveness. Okay, so അതെല്ലാം performance appraisal വരുന്നതാണ്. So these are the functions of human resource development. So ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. Okay, so we have discussed what is staffing, what is HRM and what is HRD. We have discussed the functions, significance and the factors affecting staffing or HRM, and we have discussed in detail the functions of human resource development. Okay, so ഇതിൽ നിന്ന് യൂണിവേഴ്സിറ്റിക്ക് ഇത്രയും പാർട്ടിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സ്റ്റാഫിംഗ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, ദറ്റ് ഈസ് സ്റ്റാഫിംഗ് ഫങ്ഷൻ ഏതാണ്, HRMൻ്റെ ഫങ്ഷൻസ് ഡിസ്കസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നതാണ് അല്ലേ, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, ജോബ് അനാലിസിസ്, റിക്രൂട്ട്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. സോ ദാറ്റ് യു ഹാവ് ടു ഇൻക്ലൂഡ്. ഓക്കെ, സോ താങ്ക് യു ഓൾ. താങ്ക്സ് ഫോർ ലിസ്ണിംഗ്.